മാണി സി കാപ്പൻ MLA പ്രാദേശിക വികസന ഫണ്ട് കൊണ്ട് നിർമ്മിച്ച കിഴവറയാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിനാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതിൻ്റെ ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ചില കോൺട്രവേഴ്സിയെ പറ്റി ഞാൻ 4 വർത്തമാനം പറയുന്നു. അത് ഞാൻ പറയുന്നില്ല. അതിന് കുഴപ്പം കാണിച്ച ആളുകളെ ദൈവം ശിക്ഷിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് കരുതി പറയാനുള്ളൂ. ഈ നാട്ടിൽ എന്നെ സംബന്ധിച്ചിടത്തോളം മഹാത്മാഗാന്ധിജി പറഞ്ഞൊരു പോളിസിയുണ്ട്, ഗ്രാമങ്ങളുടെ വികസനത്തിലൂടെ ഒരു രാജ്യം കെട്ടിപ്പടുക്കാൻ കഴിയും. ഞാൻ ജയിച്ചു വന്നപ്പോൾ എന്നിൽ അർപ്പിതമായ കർത്തവ്യം ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി മലയോര മേഖലകളിലേക്കും മറ്റ് പഞ്ചായത്തുകളിലേക്കും ഫണ്ട് മാറ്റി ആണ് ഇത് ചെലവഴിച്ചത്. അതിൻ്റെ ഭാഗമായാണ് പാലാ നിയോജകമണ്ഡലത്തിലെ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന കിഴവറയാർ ആശുപത്രിക്കും തലപ്പുറം ആശുപത്രിക്കും പുതിയ കെട്ടിടങ്ങൾ പണിയാൻ തീരുമാനിക്കുക. ഇതിൻ്റെ പണി പൂർത്തിയാക്കിച്ചത്. ഇത് പൂർത്തിയാക്കി 3 മാസം പൂർത്തിയായി. ഞങ്ങൾ കത്ത് കൊടുത്തായിരുന്നു ഇങ്ങനെ ഉദ്ഘാടനം നടത്താൻ താമസിക്കരുത്, മന്ത്രിയുടെ ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, MLA ആസ്തി വികസന ഫണ്ടിൽ കൊടുത്ത പൈസയ്ക്ക് മന്ത്രി എന്തിനാ ഉദ്ഘാടനത്തിന് വിളിക്കേണ്ടത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. മന്ത്രിയെ വിളിച്ചിട്ട് വരാത്തതുകൊണ്ട് 80 കോടി രൂപയുടെ വർക്ക് ഈ കഴിഞ്ഞ 5.5 വർഷത്തിനുള്ളിൽ പാലാ നിയോജകമണ്ഡലത്തിൽ നടത്തിയതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായി മന്ത്രിയെ പലവട്ടം വിളിച്ചു. അദ്ദേഹം ഈ ഭാഗത്തോട്ട് പോകുന്നില്ല, അല്ല അദ്ദേഹത്തെ കൊണ്ടുവന്നില്ല. അതിൻ്റെ കാരണം അതിൻ്റെ ക്രെഡിറ്റ് ജനങ്ങളിലേക്ക് ആരുടേതാണെന്ന് ചെല്ലും എന്നുള്ള ഉദ്ദേശം കൊണ്ട്. ഏതായാലും കിലുക്കം സിനിമയിലെ ജഗതിക്കുണ്ടായ അനുഭവം ചെയ്തവർക്ക് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഏതായാലും വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്ന ഒരാശുപത്രിയാണിത്. കോവിഡ് കാലത്തും മറ്റും എൻ്റെ എല്ലാ ആശുപത്രിയും കൂടെ പോയിട്ടുണ്ട്. അവിടെ എല്ലാം നോക്കിയാൽ വ്യത്യസ്തമായ രീതിയിൽ രോഗികളോട് മാന്യമായി ഇടപെടുകയും മാന്യമായ ചികിത്സ കൊടുക്കുകയും ചെയ്യുന്ന ഒരു മനോഹരമായ ആശുപത്രിയാണ്. ഡോക്ടർ പറഞ്ഞു ഇതിന് ഒരു നിലയും കൂടെ വേണമെന്ന്. ആ ഒരു നിലയും കൂടെ പണിതിരിക്കും, അടുത്തോണത്തെ പണിതിരിക്കും. പിന്നെ നിങ്ങൾ ആകാംക്ഷയോടെ ഇരിക്കുന്ന ഒരു കാര്യം എനിക്കറിയാം, കളരിയമ്മാക്ക പാലം. അതിൻ്റെ കുഴപ്പക്കാരൻ ഞാനല്ല. 13 കോടി 29 ലക്ഷം രൂപ അതിൻ്റെ അപ്രോച്ച് റോഡിന് വേണ്ടി മാറ്റിയിട്ടുണ്ട്. 2 പേരുടെ പേരിലാണ് ആ സ്ഥലം കിടക്കുന്നത്. അപ്രോച്ച് റോഡ് ലോകത്താരെങ്കിലും അപ്രോച്ച് റോഡ് ഇല്ലാതെ പാലം പണിയല്ല എന്നുള്ള കാര്യം ഒന്ന്. ഞാനല്ല പണിതത്. ഇത് 15 കൊല്ലമായാലും 4 തവണ സാധനം നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതായാലും അവസരം തീരുമാനിച്ച് 2ാമത്തെ ആൾ സ്ഥലം തരികയില്ല. അപ്പോൾ ഈ മൂക്കുന്നുണ്ടോ ജോലി മുഖത്തോടെ എന്നോട് പഠിച്ചാൽ ഞാൻ മൂക്കുന്നുള്ളതിനോട് മുഖത്തും സ്ഥലം തരാമെങ്കിൽ ഈ വില തന്നെ തരും, നമുക്ക് അതിലെ മാറ്റി ഇത് പണിയാം. അങ്ങനെ PWD റവന്യൂവിൻ്റെ യോഗം വിളിച്ച് ഞങ്ങൾ പോയി സ്ഥലം ഉടനെ തിട്ടപ്പെടുത്തി റിപ്പോർട്ട് മേളിലേക്ക് കൊടുത്തു. അപ്പോൾ അശ്വരീയുടെ ഫോൺ ചെന്നു, ഇതിൻ്റെ അലൈൻമെൻറ്റ് മാറ്റാൻ പാടില്ല, ഇത് നേരെ പണിയാൻ പറ്റുള്ളൂ. എന്നിട്ട് പാറപ്പള്ളിയിൽ ഒരു കുടുംബയോഗം വിളിച്ചു. എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളൊരു കാര്യം ചെയ്ത് നിങ്ങൾ ആ മാന്യം എടുത്തിന്ന് പറ, പക്ഷേ അലൈൻമെൻറ്റ് മാറിയാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് റോഡ് കിട്ടിയാൽ മതി. അവരാരും പോയോന്ന് എനിക്കറിയില്ല. ഏതായാലും ആരും നിലവിൽ ഇതുവരെ പോയിട്ടില്ല. ഇപ്പം ഈ നിലവിൽ 2ാമത്തെ സ്ഥലം തരികയെന്ന് പറഞ്ഞ ആളിൻ്റെ സ്ഥലം എടുത്ത് ഗവൺമെൻറ് ഉള്ള അധികാരം ഉപയോഗിച്ചെടുത്ത് ആ റോഡ് പണിയാനായിട്ടുള്ള തീരുമാനമായിട്ടുണ്ട്. ഫണ്ട് ഓൾറെഡി അതിന് 4 കൊല്ലം മുമ്പ് തന്നെ ഫണ്ട് വന്നാൽ 13.29 ലക്ഷം രൂപ. ഇതിന് ചെറിയൊരു ബെഞ്ച് വരുമെന്ന് പറഞ്ഞാൽ മറ്റില്ല, പണ്ടേക്ക് തീർന്നാലേ. അപ്പോൾ ഞാൻ മന്ത്രിയോട് ചോദിച്ചു, അസംബ്ലിയിൽ പരസ്യമായിട്ടാണ് ചോദിച്ചത്, പാലാ പൊൻകുന്നം പാലം പാലായിലേക്ക് ചേരുന്നത് 90 ഡിഗ്രിയിൽ അങ്ങോട്ട് ഇങ്ങോട്ട് നിൽക്കുന്നത്, കോട്ടയത്തിനും പാലാ ടൗണിലേക്കും. ലാലം പാലം
60 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് ചെവി വരുന്നത്. ഇത് 30 ഡിഗ്രി പോലും വരുന്നില്ല. പിന്നെ എന്തിനാ ഇത്? എന്നാ പ്രശ്നം? ആരാണ് ഇതിൻ്റെ പുറകിലുള്ളതെന്ന് ചോദിച്ചാൽ എന്തായാലും മിണ്ടാനൊന്നുമില്ലായിരുന്നു. തിരിച്ചിറങ്ങി വന്നു കഴിഞ്ഞപ്പം അങ്ങനെ എന്നോട് ചെവി പോലും അത്രയും വേണ്ടായിരുന്നു കേട്ടോ. ഏതായാലും അത് കഴിഞ്ഞിട്ടാണ് തീരുമാനമെടുത്തത്. ഇപ്പം അലൈൻമെൻറ്റ് നേരത്തെ തീരുമാനിച്ചതിലൂടെ തന്നെ രണ്ടാമത്തെ ആളിൻ്റെ സ്ഥലം ഗവൺമെൻറ് നിയമപ്രകാരം ഈ സ്ഥലങ്ങളെല്ലാം സർക്കാരിൻ്റെ അധിഷ്ഠിതമാണ്, നമ്മളതിൻ്റെ കൈവശക്കാർ മാത്രമാണ്. ആ നിയമപ്രകാരം അതെടുക്കാനും അദ്ദേഹത്തിന് പൈസ കൂടുതലുമാണെങ്കിൽ കോടതിയിൽ പോകാം. നിലവിൽ ഗവൺമെൻറ് തിരിച്ച് ചെയ്യുന്ന റേറ്റിന് തന്നേ പറ്റൂ. അതെടുത്ത് പണികൾ തുടങ്ങാനുള്ള നീക്കങ്ങളിലേക്ക് അതിൻ്റെ ഓർഡറുകളായിട്ടുണ്ട്. അതുകൂടി അറിയിക്കുന്നതിന് എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങളുടെ ഏവരുടെയും അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടി ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടന കർമ്മം, ഓഫീസിൽ നിന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി ഞാൻ പ്രഖ്യാപിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. നിമിഷമാണ്. ഞങ്ങളുടെ സ്റ്റാഫ് മെമ്പേഴ്സിനും അതുകൂടാതെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ജനങ്ങൾക്കും ഒരു പുതിയൊരു OP കെട്ടിടമെന്ന് ഞങ്ങളുടെ ഒരു ചിരകാല അഭിലാഷമായിരുന്നു. അതിന് 2020 ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇതിന് ഒരു എസ്റ്റിമേറ്റ് തുക തയ്യാറാക്കി ഞങ്ങളുടെ ഈ സന്തോഷത്തിന് കാരണമായ ഞങ്ങളുടെ പ്രിയപ്പെട്ട MLA ക്ക് ഞങ്ങളുടെ എല്ലാവരും നന്ദി ആദ്യമേ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ ഒരു ബിൽഡിങ്ങിലേക്ക് നമ്മൾ മാറുന്നത് OPയും ഫാർമസിയും മാത്രമാണ് നമുക്ക് മാറാൻ സാധിക്കുന്നത്. ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളുടെയും ഞങ്ങളുടെ സ്റ്റാഫ് മെമ്പേഴ്സിൻ്റെയും ഫീൽഡ് ഓഫീസ് എന്നിവ കൂടി ഞങ്ങൾക്ക് ഈ പുതിയ ബിൽഡിങ്ങിലേക്ക് മാറ്റി തരണമെന്ന് ഞങ്ങളുടെ ഒരു അപേക്ഷയാണ്. അതിനെ PWD എസ്റ്റിമേറ്റ് ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി നമ്മുടെ എല്ലാവരുടെയും മനസ്സിലെ ആഗ്രഹമായിട്ട് ബഹുമാനപ്പെട്ട MLA ക്ക് ഇതോടൊപ്പം സമർപ്പിക്കുന്നു. അപ്പോൾ അങ്ങയുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ ആ ഒരു ശുഭവാർത്ത കേൾക്കുവാൻ ഞങ്ങളുടെ കാതുകൾ കൊതിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇത്രയും സുന്ദരമായ ഒരു ബിൽഡിംഗ് ഇവിടെ എത്തിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പരിശ്രമിച്ച ഞങ്ങളുടെ ആലം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബഹുമാനപ്പെട്ട ഷിബു പൂവിൽ അവർ, ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ നന്ദി മെമ്പർ അവർ, അതോടൊപ്പം തന്നെ ഈ വർക്ക് യാഥാർത്ഥ്യമാക്കിയ PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജോസ് സാറ്, കോൺട്രാക്ടർ അനിൽ, എല്ലാവരെയും മാർഗദർശനമാക്കിയ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വാതന്ത്ര്യമുള്ള എല്ലാ ബഹുമാനപ്പെട്ട മെമ്പർമാർ, HMC മെമ്പർമാർ, എൻ്റെ സ്റ്റാഫുകൾ, ജോർജ് സാറ്, അതെ എപ്പോഴും എല്ലാ കാര്യത്തിലും എന്തിനാ കൊച്ചെ എന്ന് ചോദിച്ചണം എന്ന സമീപനം നടത്തുന്ന ഒരു ജോർജ് സാറ്, എല്ലാവരെയും വളരെയധികം നന്ദിയോടെ ഞങ്ങൾ സ്മരിക്കുന്നു. നിങ്ങളുടെ എല്ലാ സ്ഥാനവും ഞങ്ങളുടെ ഹൃദയത്തിലാണ്. ഞങ്ങളുടെ സ്റ്റാഫുകൾക്ക് ഇത്രയും നല്ലൊരു കെട്ടിടത്തിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സാഹചര്യത്തെക്കുറിച്ചുമൊക്കെ എൻ്റെ സ്നേഹിതൻ ഷിബു ഭൂമിനി വളരെ ദീർഘമായി സംസാരിക്കും. നമുക്കറിയാം, ഈ പഞ്ചായത്തിലെ ജനപ്രതിനിധികളെ വെച്ച് നോക്കിയാൽ ഫണ്ട് കൊണ്ടുവന്ന് കാര്യങ്ങൾ ചെയ്യുന്നതിനകത്ത് ഷിബു ഒരു മിടുക്കനാണ്. അപ്പൊ ഷിബുവിൻ്റെ ഒരു പ്രവർത്തനം, ആത്മാർത്ഥമായ പരിശ്രമം ഇതിൻ്റെ മുന്നിൽ ഉണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഈ സന്ദർഭത്തിൽ നമ്മുടെ MLA നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തിൽ രാഷ്ട്രീയം
ഫണ്ട് വിനിയോഗിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് എന്ന് പറയുന്നതിൽ യാതൊരു മടിയുമില്ല. പലരും ഇതൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന പല കാലഘട്ടങ്ങളിലും ഈ ഫണ്ട് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ താല്പര്യക്കാരും അവരുടെ ആളുകളും രാവിലെ അവരുടെ വീട്ടിൽ ചെന്ന് കണ്ടു പറഞ്ഞ് ഫണ്ട് മേടിക്കുന്നതൊന്നും വളരെ വ്യത്യസ്തമാകും. ഈ നിയോജകമണ്ഡലത്തിലെ വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഏതൊരു പൗരനും സമീപിക്കാൻ കഴിയുന്ന ഒരു MLA മാനസികാപ്പൻ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പലപ്പോഴും അത് ശ്രദ്ധിക്കാറില്ല. മാത്രമല്ല ജനപ്രതിനിധികൾക്ക് വേണ്ട എന്തുകൊണ്ടും ഒരു ജനപ്രതിനിധിയായിരിക്കാനുള്ള 100% അർഹതയും മാനസികാപ്പനുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ്. 1.25 കോടി രൂപ, 1,25,00,000 രൂപ അദ്ദേഹത്തിന്റെ ആസ്തി വികസന ഫണ്ടിലും ചെലവഴിച്ച ഈ മനോഹരമായ ആശുപത്രിക്ക് ഒരു പുതിയ ബ്ലോക്ക് കൂടി നൽകിയിരിക്കുകയാണ്. ഈ പ്രദേശത്തുള്ള കിഴവരാറിനെ സംബന്ധിച്ച് കിഴവരാറിൽ മാത്രമുള്ള ആളുകൾക്കല്ല ഇതിന്റെ പ്രയോജനം, നിയമിച്ച പഞ്ചായത്തിന് മാത്രമല്ല ഇതിന്റെ പ്രയോജനം. മറിച്ച് ഈ പഞ്ചായത്തുമായി അടുത്ത് കിടക്കുന്ന സമീപ പ്രദേശങ്ങളിലുള്ള നിരവധി പഞ്ചായത്തിനും പഞ്ചായത്തിലെ ആളുകൾക്കും ഈ ആശുപത്രിയുടെ പോയി ലഭിക്കാറുണ്ട്. ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ കോവിഡ് കാലത്ത് ഇതുപോലെ ആളുകൾക്ക് ഓടി വരുവാനും അവരുടെ അസുഖങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാനും കഴിഞ്ഞിട്ടുള്ള ഏക ആശുപത്രി കോട്ടയം ജില്ലയിൽ ഒരുപക്ഷെ കിഴവരാറിലെ ആശുപത്രി ആയിരിക്കും. ഞാനൊക്കെ കോവിഡുമായി ബന്ധപ്പെട്ട പല ദിവസങ്ങളിൽ ആശുപത്രി വന്നു. ഈ പ്രദേശത്ത് മുഴുവൻ ജനങ്ങളപ്പോൾ അത് കിഴവരാറില്ല. മറിച്ചെന്നെ പോലെ വരുന്ന അടുത്ത പ്രദേശത്തു നിന്ന് അടുത്ത പഞ്ചായത്തിൽ നിന്ന് വരുന്ന ആളുകളെല്ലാം അഭയം തേടി ആശുപത്രിയായിരുന്നു ഈ ആശുപത്രി. അതുകൊണ്ട് എന്തുകൊണ്ടും ഇതിന് 1,25,00,000 രൂപ അനുവദിച്ചത് നന്നായി എന്ന് സൂചിപ്പിക്കാൻ കൂടി ആഗ്രഹിക്കണം. മറ്റു കാര്യങ്ങളിലേക്ക് മുഴുവൻ കടന്നു പോകുന്നു. ഈ കോരിച്ചെടി ഉടനെ തന്നെ ഇറങ്ങി വരും, സ്വീകരിക്കും. ഉടനെ തന്നെ കാപ്പി കുടിക്കാൻ കാപ്പി തരും, വേഗം കാര്യങ്ങളൊക്കെ ചോദിക്കും. എങ്ങനെയെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ചെയ്തു തരും. വളരെ ഉദാര മനസ്കനും സർക്കാർ പ്രിയനും മറ്റുള്ളവരോടെല്ലാം ബഹുമാനത്തോടെ ജീവിക്കുന്നവരുമായ നമ്മുടെ പ്രിയങ്കരനായ MLA-യോടുള്ള സ്നേഹവും നന്ദിയും ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുന്നു. മഴ പെയ്തുകൊണ്ട് നമ്മുടെ സന്ദേശത്തിൽ പങ്കുചേരുന്നുവെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായി മുന്നോട്ട് പോകാൻ ഇടയാകട്ടെ എന്ന ആശംസയോടെ എൻ്റെ വാക്കുകൾ ആ സന്തോഷത്തിൻ്റെ അടയാളമായി പ്രകൃതിയും ചെറിയ വർഷം ചെയ്യാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഇതെല്ലാം സന്തോഷത്തിൻ്റെ അടയാളമായി നമ്മൾ കാണുകയാണ്. മനോഹരമായ ഈ കെട്ടിട സമുച്ചയം പണിതീർക്കുവാനുണ്ടായ പശ്ചാത്തലത്തെക്കുറിച്ച് ശ്രീ ഷിബു പൂവേലിൽ വിശദമായിട്ട് സംസാരിക്കും. ഉള്ള ആൾക്കാർ ഇന്നുണ്ട്. അവരെ പ്രത്യേകം സ്വാഗതം ആശംസിക്കുന്നു. സ്നേഹവുമായി വികാരിച്ച് ഫാദർ മാത്യു പന്തയാലച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ നിങ്ങൾ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റലിന്റെ നയിക്കുന്നത് നമ്മുടെ മെഡിക്കൽ ഓഫീസർ ജോസ്ലിൻ ഡാനിയലാണ്. നമുക്കറിയാം, കഴിഞ്ഞ 2010-15 കാലഘട്ടത്തിലും ഡോക്ടർ ഈ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. വളരെ സുദീർഘമായ സേവനം. എല്ലാവരെയും ഡോക്ടർമാരെ സ്റ്റാഫുകളെല്ലാവരും ഒരു ടീമായിട്ടാണ് ഈ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കാലത്ത് ചിക്കുൻഗുനിയ ഉൾപ്പെടെ കോവിഡ് ഉൾപ്പെടെയുള്ള ആ സമയത്തൊക്കെ എങ്ങനെ സുദീർഘമായ സേവനം രാജ്യവും നമ്മുടെ വികസിക്കുകയുള്ളൂ. അതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ MLA. അപ്പൊ അതിന് നമ്മുടെ MLA അതിന് ശേഷം ആദ്യം പറഞ്ഞു, വികസനം പഞ്ചായത്തിൽ കൂടിയാണ് നാട്ടിൻ പ്രദേശങ്ങൾ. ഇതിൻ്റെ അധ്യക്ഷത അലങ്കരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട വാർഡ് മെമ്പർ നളിനി ടീച്ചറാണ്. നളിനി ടീച്ചറിനെ നിങ്ങളെല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ
ആശുപത്രി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിൻ്റെ കാരണം 50 വർഷമായിട്ട് അവിടെ 19 കുടുംബങ്ങൾക്ക് വഴിയില്ലാതെ കിടന്നപ്പോൾ അദ്ദേഹം MLA ആയതിനു ശേഷം ആദ്യം തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ച് അവരോട് പറഞ്ഞു നിങ്ങൾക്ക് വഴി ഉണ്ടാക്കി തരും. അതിനടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ സഹപാഠിയായ CK ചേട്ടനോട് പോയി സംസാരിച്ച് ആ വഴി സ്ഥലം സൗജന്യമായി വിട്ടു തന്ന് അത് കോൺക്രീറ്റ് ചെയ്ത് 30 ലക്ഷം രൂപയോളം അദ്ദേഹത്തിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 30 ലക്ഷം രൂപയോളം ചെലവഴിച്ച് ആ റോഡ് ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയൊരു മേജർ പഞ്ചായത്ത് ചെയ്തത് ഏറ്റവും ശ്രദ്ധേയമായത് അത് തന്നെയാണ്. 50 വർഷമായിട്ട് 10-50 കുടുംബങ്ങൾക്ക് വഴിയില്ലാതെ കിടന്നപ്പോൾ ആ വഴി ഇവിടെ അനുവദിച്ചിട്ടുണ്ട്. അതിന് ധനകാര്യ വകുപ്പിന് അനുമതി കിട്ടുന്ന മുറയ്ക്ക് അത് നടക്കും. കൂടാതെ നമുക്കറിയാം നമ്മുടെ പാലക്കാട് കുടിവെള്ള പദ്ധതി 20 ലക്ഷം രൂപയുടെ ഓവർഹെഡ് ടാങ്ക് പല കുടുംബങ്ങൾക്കും വെള്ളമില്ലാത്തതുകൊണ്ട് 20 ലക്ഷം രൂപയുടെ ഓവർഹെഡ് പണി ആരംഭിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ നമുക്കറിയാം കഴിഞ്ഞ വർഷം ഉദ്ഘാടനം ചെയ്ത ജിംനേഷ്യം അദ്ദേഹം MLA ആയതിനു ശേഷം ആദ്യം തന്നെ നമ്മുടെ പാലാ നിയോജകമണ്ഡലത്തിൽ ഒരു ജിംനേഷ്യം AC ജിംനേഷ്യം അനുവദിച്ചു. അത് നമ്മുടെ മീനജ പഞ്ചായത്തിൽ ആദ്യമായിട്ട് അനുവദിച്ചത് നമ്മുടെ പയ്യയിലുള്ള നമ്മുടെ പഞ്ചായത്തിൻ്റെ ഓഡിറ്റോറിയത്തിന് മുകളിലാണ്.